जय राधा माधवा जय कुंज विहारी जय राधा माधवा जय कुंज विहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गोपी जन वल्लभा जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी जय कुञ्ज विहारी जय राधा माधवा जय कुंज विहारी जय राधा माधवा जय कुंज विहारी हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्ण। हरे कृष्णा। हरे कृष्ण सॉरी हरे कृष्ण। ओम नमो भगवते वासुदेवाय। ओम अज्ञानातिमिरान्तस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. ഹരി കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നലെ വന്നിട്ട് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു, അതായത് അക്ഷയ തൃതീയ ആയിരുന്നു ഇന്നലത്തെ ദിവസം. അപ്പൊ അക്ഷയ തൃതീയക്ക് നമുക്ക് എന്താണ് ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് സ്പെഷ്യാലിറ്റികളെ ഉള്ളൂ അക്ഷയ തൃതീയക്ക് എന്ന് വേണം പറയാൻ. കാരണം ഭഗവാൻ വന്നിട്ട് ഒരുപാട് ലീലകള്, ഭൂമിയിലെ ഒരുപാട് ലീലകൾ ഈ ദിവസമാണ് ചെയ്തത്. ഫസ്റ്റ് ലീല, അതായത് ഞാനൊരു 10 അതിലൊരു 10 ഞാൻ പറയാം. ഒന്ന് വന്നിട്ട് പരശുരാമൻ ഭൂമിയിൽ അവതരിച്ചത്, അതായത് ഭഗവാൻ വന്നിട്ട് പരശുരാമനായിട്ട് അവതരിച്ചത് അക്ഷയ തൃതീയയുടെ ദിവസത്തിലാണ്. 2 വന്നിട്ട് ഗംഗാദേവി മഹാദേവന്റെ ഇതിൽ നിന്ന് വന്നതും അക്ഷയ തൃതീയ അന്നാണ്. 3 ജഡയിൽ നിന്ന് വന്നതും അക്ഷയ തൃതീയ അന്നാണ്. 3 ത്രേതായുഗം തുടങ്ങിയത്, ത്രേതായുഗത്തിന്റെ ആരംഭം അക്ഷയ തൃതീയ അന്നാണ്. 4 സുധാമ വന്നിട്ട് ഭഗവാനെ ദ്വാരകയിൽ കാണാൻ പോയതും അക്ഷയ തൃതീയ അന്നാണ്. അതുപോലെ പാണ്ഡവർക്ക് അക്ഷയപാത്രം ലഭിച്ചതും സൂര്യദേവനിൽ നിന്ന് അക്ഷയപാത്രം ലഭിച്ചതും അക്ഷയ തൃതീയ അന്നാണ്. പിന്നെ വ്യാസദേവൻ മഹാഭാരതം കമ്പോസ് ചെയ്തത്, മഹാഭാരതം എന്താണ് പഠിപ്പിച്ചത്, അതായത് വ്യാസദേവൻ വന്നിട്ട് ഗണപതിക്ക് മഹാഭാരതം പറഞ്ഞു കൊടുത്തതും അക്ഷയ തൃതീയ അന്നാണ്. പിന്നെന്താ, ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചത് അതും അക്ഷയ തൃതീയ അന്നാണ്. പിന്നെ ചന്ദൻ യാത്ര ഫേമസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചന്ദൻ യാത്രയുടെ സ്റ്റാർട്ടിങ്ങും അക്ഷയ തൃതീയനാണ്. ബദ്രീനാഥ് 6 മാസത്തിന് ശേഷം തുടങ്ങുന്നതും അക്ഷയ തൃതീയനാണ്. ജഗന്നാഥ് ബലദേവ് സുഭദ്രാമയ്യയുടെ ചാരിയറ്റ്, അതായത് രഥയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള രഥം നിർമ്മിക്കുന്നതും അക്ഷയ തൃതീയനാണ്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞതിൽ വെച്ച് സ്പെഷ്യാലിറ്റി ഇനിയും ഉണ്ട്. അക്ഷയ തൃതീയയുടെ സ്പെഷ്യാലിറ്റി ഇനിയും ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു 10 പറഞ്ഞു. അപ്പൊ അത്രയും ഓസ്പീഷ്യസ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് അക്ഷയ തൃതീയ. അപ്പൊ അതിന് വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും ബാക്കി എല്ലാം ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല, എന്നാലും നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ചന്ദൻ യാത്ര. ചന്ദൻ യാത്ര അക്ഷയ തൃതീയയിൽ നിന്ന് തുടങ്ങി 21 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പൊ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വന്നിട്ട് നമുക്ക് പറയുന്നത്, കാരണം അത്രയ്ക്ക് ചൂടാണ് ഇപ്പം. നമുക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. വെളിയിൽ ഇറങ്ങിയ സൺബേൺ അടിക്കുക, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം ഈ ചൂട് കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ ഭഗവാനും ചൂടെടുക്കുന്നുണ്ട്. കാരണം
ഭഗവാൻ വന്നിട്ട് ഡയറ്റി ഫോമിൽ നമ്മുടെ കൂടെ ഇരിക്കുമ്പോ ആ ഡയറ്റിക്ക് എന്താണ് ചൂടെടുക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദന യാത്ര നടത്തുന്നത്. അപ്പം അതിന്റെ സ്പെഷ്യാലിറ്റി, അതിന്റെ കഥ വന്നിട്ട് ജഗന്നാഥ് പുരി എന്നാണ് ഈ ചന്ദനം കൊണ്ടുവരുന്നത്. അപ്പം മാധവേന്ദ്രപുരി, നമ്മുടെ ആചാര്യനായിട്ടുള്ള മാധവേന്ദ്രപുരി, അദ്ദേഹം വന്നിട്ട് ഒരിക്കൽ വൃന്ദാവനത്തില് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വൃന്ദാവനത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് അദ്ദേഹത്തിന് വന്നിട്ട് ഭയങ്കരമായിട്ട് വിശക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ആരടുത്ത് ചോദിക്കണം അങ്ങനെയൊന്നും അറിയില്ല. ഭിക്ഷ യാചിക്കാനും അദ്ദേഹത്തിന് അന്ന് തോന്നിയില്ല. അപ്പൊ അദ്ദേഹം വിചാരിക്കും എന്തായാലും വിശന്നിട്ട് ഇങ്ങനെ ഇരിക്കാം എന്ന് പറയും. പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോ ഒരു കൗഹഡ് പോയി, ഒരു എന്താണ് ഈ പശുക്കളെ മേയ്ക്കുന്ന കുട്ടി വന്നിട്ട്, ഒരു ബാലൻ വന്നിട്ട് അദ്ദേഹത്തിന് വന്നിട്ട് ഒരു പാല് കൊണ്ട് കൊടുത്തിട്ട് പറയും, ഇന്ന് വന്നിട്ട് വൃന്ദാവന വാസികൾ അതേ നിങ്ങൾക്ക് തരാൻ പറഞ്ഞതാണ്. കാരണം നിങ്ങള് അത്രയും, കാരണം അവിടെയുള്ളവർക്ക് അദ്ദേഹം മാധവേന്ദ്രപുരി ആണെന്നും വലിയ ആചാര്യനാണെന്നും അറിയാം. അപ്പം അവര് തരാൻ വേണ്ടി അവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് കുറച്ച് പാല് കൊണ്ട് തരാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പശുവിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പാല് കൊണ്ട് തന്നതാണ്. ഈ പാത്രം നിങ്ങൾ കുടിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചിരിക്കും, ഞാൻ വന്ന് എടുത്തോളാം. ഞാൻ ഈ പശുവിനെ ഒന്ന് കൊണ്ട് തീറ്റ കൊടുത്തിട്ട് ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറയും. അപ്പം മാധവേന്ദ്രപുരി പറയും ഓക്കെ ശരി. മാധവേന്ദ്രപുരിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അദ്ദേഹം അത്രയ്ക്ക് വിശന്നിരുന്നപ്പോ അദ്ദേഹത്തിന് പാല് കൊണ്ട് കിട്ടിയല്ലോ. അതിന്റെ സന്തോഷത്തിന് മാധവേന്ദ്രപുരി പെട്ടെന്ന് അതെടുത്ത് ഭഗവാൻ ഓഫർ ചെയ്ത്, ആ പാല് ഓഫർ ചെയ്തിട്ട് അദ്ദേഹം കുടിക്കും. അദ്ദേഹത്തിന് കുടിച്ചിട്ട് ആ പാത്രം, ആ കുട്ടി കൊണ്ടുവന്ന പാത്രം കഴുകി അവിടെ വെച്ചിരിക്കും. പക്ഷെ എത്ര നേരം അദ്ദേഹം ഒരു അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുക, എന്താണ് കുട്ടി വരാത്തത്, ഇനി എന്തെങ്കിലും പറ്റിയോ ആ കുട്ടിക്ക് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ആലോചിക്കും. അപ്പം ഉറക്കത്തില് അദ്ദേഹം അങ്ങനെ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ഉറക്കത്തില് ഭഗവാൻ വന്നിട്ട് പറയും, ഞാനാണ് ആരായിട്ട് വന്നത്, ആ കുട്ടിയായിട്ട് വന്നത് ഞാനാണ്, എന്നൊക്കെ പാല് തന്നത് ഞാനാണ്. മാധവേന്ദ്രപുരി ഗോവർദ്ധനത്തിന്റെ ഒരു സ്ഥലത്ത് മണ്ണിന്റെ അടിയില് ഞാന് ഗോപാലനായിട്ട് ഞാനുണ്ട്. അതായത് ഭഗവാന്റെ വന്നിട്ട് തലമുറകള്, ഭഗവാന്റെ ഓരോ വിഗ്രഹങ്ങൾ കിട്ടുമല്ലോ, അപ്പൊ അതൊക്കെ ഓരോരുത്തർ പ്രതിഷ്ഠിക്കും. പിന്നീട് നമുക്ക് ഇന്ത്യയിൽ വന്നിട്ട് മുസ്ലിംസിന്റെ ഒരു ഭരണകാലം ഉണ്ടായിരുന്നു. അപ്പം അവര് വന്നിട്ട് എല്ലാ ക്ഷേത്രങ്ങളും ഇസ്ലാമിക് മതം ഇന്ത്യയിൽ വന്നിട്ട് ഫുള്ള് പരത്താൻ വേണ്ടിയിട്ട് എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും അവര് പൊളിച്ചു കളയുമായിരുന്നു. അങ്ങനെ നമ്മുടെ എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിക്കുകയും എത്രയോ വിഗ്രഹങ്ങൾ അവർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെയിനായിട്ടുള്ള ക്ഷേത്രങ്ങളൊന്നും അവർക്ക് തൊടാൻ പോലും പറ്റിയിട്ടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രം ആയാലും ഗുരുവായൂരായാലും അവിടുത്തെ വിഗ്രഹങ്ങൾ ആ സമയത്ത് അവിടുത്തെ രാജാക്കന്മാര് അത് സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വൃന്ദാവനത്തിലെ തന്നെ എത്രയോ ക്ഷേത്രങ്ങൾ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്ഷേത്രങ്ങളുടെയൊക്കെ ഡയറ്റി ആദ്യമേ ഇവര് വരുന്നത് കണ്ടിട്ട് അവിടുത്തെ പൂജാരിമാർ എന്ത് ചെയ്യും, എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. അപ്പൊ ഈ ഒളിപ്പിച്ച് വെക്കുന്ന സമയത്ത് പിന്നീട് അവരുടെ മരണശേഷം, കാരണം ആ ഒരു മുസ്ലിംസിന്റെ ഭരണം കഴിഞ്ഞിട്ട് അവർക്കത് പുറത്തെടുക്കാൻ പറ്റും. കാരണം അങ്ങനെ അവർ പുറത്തെടുക്കുകയാണെങ്കിൽ ആ വിഗ്രഹം അപ്പൊ അവര് നശിപ്പിച്ച് കളയും. അതുകൊണ്ട് അവരത് പുറത്തെടുക്കില്ല. എന്നാലും അവരത് ആരോടും പറയില്ല. കാരണം എങ്ങാനും ഇനി ആരെങ്കിലും പറഞ്ഞ് ആ മുസ്ലിം രാജാക്കന്മാരുടെ കാതിൽ കേട്ടാൽ, അതുകൊണ്ട് അവർ ആരോടും പറയാതെ മറച്ചു വെക്കും. പിന്നീട് അവരുടെ കാലശേഷം പിന്നീട് ആ വിഗ്രഹം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞാതെ അത് അങ്ങ് പോവും. അങ്ങനെ നമ്മുടെ ഗോസ്വാമിമാര് വൃന്ദാവനത്തിൽ വന്നപ്പം ഭഗവാൻ തന്നെ വിഗ്രഹങ്ങൾ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ സ്വപ്നത്തിൽ അവർക്ക് ഓരോ ഇതുവഴി പറഞ്ഞു കൊടുക്കുകയും പിന്നീട് അവരാണ് ഒരുപാട് വിഗ്രഹങ്ങൾ വൃന്ദാവനത്തിൽ നിന്ന് കണ്ടെടുത്ത് നമുക്കിപ്പൊ കാണുന്ന വൃന്ദാവനത്തിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുകയും ചെയ്തത്. ഇപ്പൊ തന്നെ നമുക്ക് ചിലപ്പോ എത്രയോ വിഗ്രഹങ്ങൾ ഇപ്പൊ തന്നെ ഓരോ എടുത്ത് മറിഞ്ഞു കിടന്നേ. കാരണം അത്രയ്ക്ക് ഭഗവാന്റെ ലീലകൾ ചെയ്ത വിഗ്രഹങ്ങൾ ആ സമയത്ത് അവരെടുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു വിഗ്രഹമായിരുന്നു ഗോപാലന്റെ വിഗ്രഹം. അപ്പം അത് വന്നിട്ട് ആ പൂജാരി വന്ന് ഗോവർദ്ധന്റെ അടിയിൽ ഇങ്ങനെ കുഴിച്ചിടുകയായിരുന്നു ചെയ്തത്. അപ്പം മാധവേന്ദ്രപുരിയുടെ അടുത്ത് ഭഗവാൻ പറയും, ആ വിഗ്രഹം അവിടെ നിന്ന് എടുക്കണം, കാരണം ഞാന് എത്രയോ തലമുറകളായിട്ട് ആ ഒരു ഗോവർദ്ധന്റെ ഞാൻ കിടക്കാണ്, എനിക്ക് ചൂടും രക്ഷിക്കണം എന്ന് പറയാം.
അങ്ങനെ മാധവേന്ദ്രപുരി അവിടുത്തെ വ്രജവാസികളെയും വിളിച്ച് ഗോവർദ്ധന്റെ അവിടെ പോയി ആ വിഗ്രഹം അവിടുന്ന് വ്രജവാസികളുടെ ഹെൽപ്പോട് കൂടി ആ വിഗ്രഹം അവിടെ നടക്കുകയും അത് വന്നിട്ട് ഒരിടത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. വൃന്ദാവനത്തിൽ ഒരിടത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പ്രതിഷ്ഠിച്ച വിഗ്രഹം, കാരണം ഈ വിഗ്രഹം വന്നിട്ട് എത്രയോ കാലം മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ കിടന്ന വിഗ്രഹമാണ്. അതുകൊണ്ട് അത്രയും ചൂടും തണുപ്പും മഴയും ഒക്കെ ഏറ്റിട്ടുണ്ടാവും ഭഗവാൻ അത്രയും ഭഗവാൻ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം ഭഗവാന്റെ ബോഡിയിലുള്ള ആ ഒരു ചൂട്, കാരണം നമുക്കിപ്പം ഈ ഒരു സീസണിൽ തന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ വെളിയിൽ ഇറങ്ങിയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭഗവാൻ വന്നിട്ട് തലമുറകളായിട്ട് അതിന്റെ ഉള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ വന്നിട്ട് കുളിപ്പിച്ച് എത്രയോ പ്രാവശ്യം വെള്ളം ഒഴിച്ച് കുളിപ്പിക്കും. പക്ഷെ എന്നിട്ടും ഭഗവാന്റെ ഉള്ളിലുള്ള ആ ഒരു ചൂട് ഭഗവാന് മാറുന്നില്ല. അതുകൊണ്ട് മാധവേന്ദ്രപുരിയുടെ സ്വപ്നത്തില് ഭഗവാൻ വന്ന് പറയും, മാധവേന്ദ്രപുരി, നീ എന്നെ എത്രയോ കുളിപ്പിച്ചു, അതൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ ചൂട് എനിക്ക് മാറുന്നില്ല. അപ്പൊ എനിക്ക് ജഗന്നാഥ് പുരിയില് എന്ത് വേണം? സാൻഡില്, അതായത് നമ്മുടെ ചന്ദനമില്ലേ, ആ ചന്ദനവും ക്യാംഫർ വന്നിട്ട് കർപ്പൂരം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എന്റെ ദേഹത്ത് തേക്കണം. കാരണം കർപ്പൂരവും വന്നിട്ട് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പം ചന്ദനവും കർപ്പൂരം കൂടെ മിക്സ് ചെയ്ത് ഒരു പൊടിയാക്കി എന്റെ ദേഹത്ത് തേക്കണം. അപ്പൊ ആ ചന്ദനം വന്നിട്ട് ജഗന്നാഥ് പുരിയിൽ നിന്ന് എടുക്കണം എന്ന് പറയും. അപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഡേറ്റ് സംസാരിക്കാൻ, ഇപ്പൊ നമ്മൾ വീട്ടിൽ പൂജ ചെയ്യുന്ന ഡേറ്റ് സംസാരിക്കാണെന്ന് വെച്ചു. എന്നിട്ട് ആ ഡേറ്റ് പറയാണ്, എനിക്ക് ജഗന്നാഥ് പുരിയിൽ നിന്ന് എന്താണ് സാൻഡിൽ വേണം. നമ്മൾ പറയും, ജഗന്നാഥ് പുരിയിൽ നിന്ന് കൊണ്ടുവരാം, പക്ഷെ എനിക്ക് ഇനി അവിടെ വരെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത് വരുത്താം. നമ്മൾ അങ്ങനെ പറയും. ഇനി ചിലവരെ, കാരണം നമുക്ക് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഇപ്പൊ വന്നിട്ട് നമുക്ക് എളുപ്പമാണ് അല്ലെ, നമുക്ക് ട്രെയിൻ ഉണ്ട്, ബസ് ഉണ്ട്, അതുപോലെ എന്താണ് ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് ഇപ്പൊ എവിടുന്ന് വേണമെങ്കിൽ നമുക്കിപ്പോ പെട്ടെന്ന് ജഗന്നാഥ് പുരി പോയിട്ട് ആ ചന്ദനം കൊണ്ടുവരാം. എന്നിട്ടും നമ്മൾ പറയും, ഞാൻ ഓർഡർ ചെയ്തുകൊണ്ട് വരാം എന്ന് പറയും. എന്നാലും ഇവിടെ മാധവേന്ദ്രപുരി വന്നിട്ട് അന്നത്തെ കാലത്ത് ഇതുപോലെ ട്രെയിനോ ബസ്സോ അങ്ങനത്തെ ഒരു സംഭവമില്ല. അദ്ദേഹം വന്നിട്ട് കാൽനടയായിട്ട് അന്ന് 1000 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ട് അവിടുന്ന് വൃന്ദാവനത്തിൽ നിന്ന് പുരി വരെ പോവാൻ. പക്ഷെ അദ്ദേഹം അതൊന്നും നോക്കാതെ, കാരണം അദ്ദേഹത്തിന്റെ ഭഗവാനാണ് പറഞ്ഞത്, ഗോപാലാണ് പറഞ്ഞത്, അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് എന്ത് ചെയ്യും, വൃന്ദാവൻ ജഗന്നാഥ് പുരിയിൽ പോകും. ജഗന്നാഥ് പുരിയിൽ ഈ ചന്ദൻ യാത്ര അവർ നടത്താറുണ്ട്. അവര് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ചന്ദനാണത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്താണ് അദ്ദേഹം രമുനയുടെ തീരത്ത് വെച്ചിട്ട് ഗോപിനാഥ് ആ ക്ഷേത്രത്തിന് അവിടെ എത്തുന്നത്. അപ്പം അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ആയിട്ടുള്ള, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് വെച്ചാൽ ഖീർ എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഖീർ വന്നിട്ട് അവിടെ ഭഗവാൻ ഓഫർ ചെയ്യും. അത് വന്നിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഈ ഖീർ വന്നിട്ട്. അപ്പൊ അവിടെ വന്നിട്ട് അത് എത്രയോ സമയം അവര് ഇരുത്തി ഉണ്ടാക്കുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത് വന്നിട്ട് ഭഗവാൻ ഓഫർ ചെയ്യാൻ പോകുന്ന സമയത്ത് മാധവേന്ദ്രപുരി വന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും, അത് ഈ ഖീറിൽ നിന്ന് ഒരല്പം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വന്നിട്ട് എന്റെ ഗോപാലിന് ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന് പറയും. എന്നിട്ടും അവിടെയും മാധവേന്ദ്രപുരി എന്താണ് പറയുന്നത്, എന്റെ ഗോപാലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, ഭഗവാന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അവിടെയും ചോദിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ മനസ്സിലാവും അത് അപരാധമായിരുന്നു എന്ന് മനസ്സിലാവും. കാരണം ഭഗവാൻ അത് ഓഫർ ചെയ്തിട്ടില്ല, അത് ഭോഗ കൊണ്ടുപോകുന്നതേ ഉള്ളൂ, താൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലാവും. അപ്പം അദ്ദേഹം വന്നിട്ട് ഭഗവാനോട് തന്നെ ക്ഷമ ചോദിച്ചാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയിട്ട് ഒരു മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് അദ്ദേഹം ഇരിക്കും. പക്ഷെ ഭഗവാൻ വന്നിട്ട് ഭക്തൻ ഒരു ആഗ്രഹം പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഇതുപോലത്തുള്ള മഹാ ആചാര്യന്മാര് അവർക്ക് വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്യാറില്ല. അതായത് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം അവർ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം അവർ പറയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ ഖീർ വേണമെന്നുള്ള കാര്യം പറഞ്ഞപ്പോ ആ പൂജാരി കൊണ്ടുപോയത് 13 പോട്ട്സിലുള്ള ഖീറാണ്. അപ്പം ഭഗവാൻ വന്നിട്ട് അതിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റി പൂജാരി തിരിച്ചു കൊണ്ടുപോകുന്നത് 12 എണ്ണമാണ്. പക്ഷെ പൂജാരി അത് എണ്ണുന്നില്ല, അവിടെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അന്ന് രാത്രി പൂജാരിയുടെ ഡ്രീമില് ഭഗവാൻ വന്നിട്ട് പറയും, നീ 13 എണ്ണം 13 എണ്ണം കൊണ്ടുവന്നു, അതിൽ ഒരെണ്ണം
മിസ്സിംഗ് അല്ല, നീ അത് എണ്ണിയില്ല, അത് എന്റെ ബാക്കിലുണ്ട്, വേഗം എടുത്തത് മാധവേന്ദ്രപുരിക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പം ആ ഒരെണ്ണം ഭഗവാൻ അദ്ദേഹം വന്ന് നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ബാക്കിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് എടുത്തിട്ട് മാധവേന്ദ്രപുരിക്ക് കൊണ്ട് മാധവേന്ദ്രപുരിക്ക് കൊണ്ട് കൊടുത്തിട്ട് ഭഗവാനെ സാഷ്ടാംഗം മാധവേന്ദ്രപുരിയെ പൂജാരി സാഷ്ടാംഗം നമസ്കരിക്കും. കാരണം ഇത്രയും വർഷം ഞാൻ ഭഗവാനെ പൂജ ചെയ്തു, എന്നിട്ട് ഭഗവാൻ എനിക്ക് ആ ഒരു മത്സ്യം തന്നില്ല, അങ്ങക്ക് ആ ഒരു മത്സ്യം ഭഗവാൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പരമാത്മാവാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഭഗവാൻ മാധവേന്ദ്രപുരിനെ സാഷ്ടാംഗം നമസ്കരിക്കും. അപ്പം ഈ നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഈ പൂജാരി വന്നിട്ട് ഈ നടന്ന സംഭവം എല്ലാവരുടെ അടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാധവേന്ദ്രപുരിക്ക് വന്നിട്ട് ഭയങ്കര സന്തോഷം. കാരണം താൻ ആഗ്രഹിച്ചവ ഭഗവാൻ തന്റെ കയ്യിൽ കൊണ്ട് തന്നില്ലേ. അദ്ദേഹം ആ ഒരു ഖീർ കുടിക്കുക മാത്രമല്ല, ആ ചട്ടിയില്ലേ, ഭഗവാൻ കൊടുത്ത ആ ഒരു പോട്ടില്ലേ, കാരണം ഭഗവാന്റെ കൈ കൊണ്ട് എടുത്ത് മാറ്റിയതാണ്. അപ്പൊ ഭഗവാന്റെ കൈ അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പോട്ട് വന്നിട്ട് ഇടിച്ചിട്ട് ഓരോ ദിവസവും ആ പോട്ടിൽ നിന്ന് കുറച്ച് വീതം അദ്ദേഹം എടുത്ത് ആ മണ്ണ് കഴിക്കുവായിരുന്നു. കാരണം അദ്ദേഹത്തിന് ആ ഒരു പോട്ടും പ്രസാദമാണ്, ഭഗവാൻ തന്ന ആ ഒരു ഭഗവാൻ പിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പോട്ടും പ്രസാദമാണ്. നമ്മളാണെങ്കിൽ അങ്ങനെ കഴിക്കില്ല. അപ്പൊ അതുപോലെ അദ്ദേഹം അതും കഴിച്ചു. അങ്ങനെ അദ്ദേഹം തിരിച്ച് വീണ്ടും യാത്ര തുടങ്ങി അദ്ദേഹം ജഗന്നാഥ് പുരിയിലെത്തി. ആ ഒരു ചന്ദന അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം കർപ്പൂരമായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റ് കിട്ടി. അദ്ദേഹം തിരിച്ചു വന്നപ്പോഴത്തേക്കും വീണ്ടും ഈ ഗോപിനാഥിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി അവിടുത്തെ ഗോപിനാഥിന്റെ പേര് മാറ്റിയിട്ട് ക്ഷീർ ചോർ ഗോപിനാഥ് എന്നാക്കി. അതായത് ആ പേരിന്റെ കൂടെ ചോർ, അതായത് കള്ളൻ എന്ന പേരും കൂടെ അതിലോട്ട് ആഡ് ചെയ്തു. അപ്പൊ ഭഗവാൻ വന്നിട്ട് നമ്മുടെ പേരിന്റെ കൂടെ ആരെങ്കിലും കള്ളൻ എന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഇറിറ്റേറ്റ് ആവുന്ന, ഡിസ്റ്റർബ്ഡ് ആവും നമ്മൾ. പക്ഷെ ഭഗവാൻ വന്നിട്ട് ഭക്തന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഭഗവാൻ റെഡിയാണ്. അതുകൊണ്ട് ഭഗവാനെ കള്ളൻ എന്ന പേരും ഭഗവാൻ അത് സ്വീകരിക്കുകയാണ്. അങ്ങനെ അപ്പം മാധവേന്ദ്രപുരിക്ക് ഇനിയും ഒരുപാട് കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പൊ അന്ന് അവിടെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഭഗവാൻ വന്നിട്ട് വീണ്ടും സ്വപ്നത്തിൽ ഗോപാൽ വന്നിട്ട് പറയും, മാധവേന്ദ്രപുരി, ഞാൻ ഇവിടെയും ഈ ഗോപിനാഥും അവിടുത്തെ ഗോപാലും ഒക്കെ ഒന്നാണ്. മാധവേന്ദ്രപുരി ഒരു കാര്യം ചെയ്യൂ, ഇനി ഇത്രയും ദൂരം അദ്ദേഹം വലിയൊരു സാൻഡില്, അതായത് ജഗന്നാഥ് പുരിന്ന് വലിയൊരു ഇത്രയും എന്താണ് ഇതാണ് ചന്ദനമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് തൂക്കിക്കൊണ്ട് തന്നെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഭഗവാൻ പറയും, നീ മാധവേന്ദ്രപുരി ഒരു കാര്യം ചെയ്യൂ, ഇപ്പൊ തന്നെ ഇത് മിക്സ് ചെയ്ത് ഗോപിനാഥിന്, അവിടുത്തെ ക്ഷീർചോർ ഗോപിനാഥിനെ അപ്ലൈ ചെയ്യൂ, എന്താണ് തേച്ചു കൊടുക്കൂ, ഞാൻ ഇവിടെയും അവിടെയൊക്കെ ഒന്നാണെന്ന് പറയും. അങ്ങനെ മാധവേന്ദ്രപുരി വന്നിട്ട് അത് മിക്സ് ചെയ്ത് അവിടുത്തെ ഗോപിനാഥിനെ തേച്ചു കൊടുക്കും. അപ്പം ഭഗവാൻ അവിടെയും കൂളാകുമ്പം ഗോപാല് വന്നിട്ട് വൃന്ദാവനത്തില് ഭഗവാന്റെ ഉള്ളിലുള്ള ചൂടൊക്കെ പോയിട്ട് ഭഗവാൻ കൂളാവും. അപ്പം 21 ദിവസമാണ് ആ ചന്ദൻ യാത്രയുടെ ദിവസം വന്നിട്ട് അക്ഷയ തൃതീയ തുടങ്ങി 21 ദിവസത്തേക്കാണ്. അങ്ങനെ 21 ദിവസവും ഭഗവാൻ ഭയങ്കര കൂളായിട്ട് ഇരിക്കും. അത് കഴിയുമ്പോൾ ഭഗവാന്റെ ഉള്ളിലെ ബോഡിയിൽ ആ ഒരു ചൂടൊക്കെ പോയിട്ട് ഭഗവാൻ ഭയങ്കരമായിട്ട് തണുക്കും. ദിവസവും നമ്മൾ ഈ ഗോപി തിലക് ഇടുമ്പോൾ ഈ ചൂട് സമയത്ത് നമ്മൾ അത് ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ഭഗവാനും ഈ ഇത് ഇപ്പൊ എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഇസ്കോൺ ടെമ്പിൾസിലും 21 ദിവസത്തെ ചന്ദൻ യാത്ര ഉണ്ട്. നമുക്കിവിടെ പള്ളിച്ചല് കൃഷ്ണ ബലരാം ടെമ്പിളിലും 21 ദിവസത്തെ ചന്ദൻ യാത്ര ഇന്നലെ തുടങ്ങി. അപ്പൊ 21 ദിവസത്തേക്ക് ചന്ദൻ യാത്രയുണ്ട്. നമുക്ക് വന്നിട്ട് ചന്ദൻ യാത്രയ്ക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാല് ചന്ദനം ഭഗവാൻ ഇങ്ങനെ അരച്ച് കൊടുക്കാം. അത് ഭയങ്കര വലിയ, കാരണം നമ്മൾ അരച്ചു കൊടുത്ത ചന്ദനമാണ് ഭഗവാൻ ദേഹത്തിടുന്നത്. അപ്പൊ അത് അത്രയും വലിയ സ്പെഷ്യാലിറ്റിയാണ്. അങ്ങനത്തെ സേവ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ 21 ദിവസത്തിൽ ഒരു ദിവസം വന്നാല് അവിടെ വന്നിട്ട് ഈ സേവ ചെയ്യാൻ ഭഗവാന്റെ ആ ഒരു ചന്ദൻ ആ ഒരു ഇത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ചന്ദൻ യാത്ര സ്പെഷ്യാലിറ്റി. പിന്നെ വന്നിട്ട് അക്ഷയ തൃതീയ മെയിൻ ആയിട്ട് വന്നിട്ട് പാണ്ഡവർക്ക് അക്ഷയപാത്രം കിട്ടിയ ദിവസം, അതായത് പാണ്ഡവര് വന്നിട്ട് വനവാസത്തിന് അവരെ അയക്കുകയാണല്ലോ. അപ്പം എന്നാലും അദ്ദേഹത്തിന് വന്നിട്ട് വനവാസത്തിലായാലും അദ്ദേഹത്തിന് ബ്രാഹ്മണർ
ഭിക്ഷ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എല്ലാ ദിവസവും ബ്രാഹ്മണർക്ക് ഭിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് സൂര്യദേവനെ പ്രാർത്ഥിക്കും. അപ്പൊ സൂര്യദേവനാണ് ഇദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്? അക്ഷയപാത്രം കൊടുക്കുന്നത്. ആ അക്ഷയപാത്രം കൊണ്ട് എല്ലാ ബ്രാഹ്മണർക്കും എന്താണ് എത്രയോ അക്ഷയപാത്രം എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡാണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ അതായത് അവസാനമില്ലാത്ത രീതിയിലുള്ള ഫുഡാണ് കൊടുക്കുന്നത്. അപ്പം ഈ അക്ഷയപാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാ ബ്രാഹ്മണർക്കും കൊടുത്തു കഴിഞ്ഞ് പഞ്ചപാണ്ഡവരും കഴിച്ച് അത് കഴിഞ്ഞ് ദ്രൗപദിയാണ് അവസാനം കഴിക്കുന്നത്. ദ്രൗപദി കഴിച്ച് കഴിയുമ്പോൾ ദ്രൗപദി ആ ഒരു പാത്രം കഴുകി വച്ചിട്ട് ഇങ്ങനെ കമത്തി വെക്കും. അപ്പൊ അന്നത്തെ ദിവസം ഇനി അക്ഷയപാത്രം ഫുഡ് കൊടുത്തരില്ല, അടുത്ത ദിവസമേ തരത്തുള്ളൂ. ദ്രൗപദി കഴിച്ചു കഴിഞ്ഞ് കഴുകി ഇങ്ങനെ കമത്തി വെക്കുമ്പം അക്ഷയപാത്രം മനസ്സിലാവും എല്ലാരും കഴിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത ദിവസം അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അക്ഷയപാത്രം. അങ്ങനെ ഒരിക്കൽ ദുർവാസ മുനിയും ഒരു ലീലയുണ്ട്, ദുർവാസ മുനി അവിടെ വരുന്നതും പിന്നെ ഭഗവാൻ വന്നിട്ട് അവസാനം ദ്രൗപദി കഴിച്ചു തീരുന്നതും പിന്നെ ഭഗവാൻ വന്നിട്ട് അവസാനം അതിലിരുന്ന ഒരു അരി എടുത്ത് കഴിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ആ ഒരു 1000 ശിഷ്യന്മാർക്ക് വന്നിട്ട് വയറ് നിറയുന്ന ഒരു സദ്യ കഴിച്ച ഫീലാണ് അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അങ്ങനത്തെ ഒരു കഥയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അക്ഷയ തൃതീയയുടെ എന്താണ് പ്രത്യേകത. ഇനി ഞാൻ ഒരു ഭക്തന്റെ കഥയും കൂടെ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് നരസിംഹ മേത്ത എന്ന് പറഞ്ഞിട്ട് ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഗുജറാത്തിലാണ് താമസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും മരിച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചേട്ടനുണ്ട്. പിന്നെ അദ്ദേഹത്തെ നോക്കിയിരുന്നത് മുത്തശ്ശിയും പിന്നെ അവിടുത്തെ കുറച്ച് റിലേറ്റീവ്സ് ആണ്. എന്നാൽ ഈ മുത്തശ്ശിയും റിലേറ്റീവ്സ് തന്നെ നിരന്തരം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുമായിരുന്നു. കാരണം അദ്ദേഹം വന്നിട്ട് കുട്ടികളോട് കളിക്കാൻ പോകുമ്പോ ആ കുട്ടികളൊന്നും അദ്ദേഹത്തിന് കളിക്കാൻ കൂട്ടത്തില്ലായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഭയങ്കര വിഷമം വരും. അങ്ങനെ കാരണം എല്ലാരും തന്നെ കുറ്റം പറയല്ലേ. ആ ഭയങ്കര വിഷമത്തിൽ അദ്ദേഹം വന്നിട്ട് ഒരു കാട്ടിന്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ അദ്ദേഹത്തിന് ഒരു ശിവലിംഗം കാണാൻ പറ്റും. അദ്ദേഹം വന്നിട്ട് ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കരയും. ഈ നരസിംഹ മേത്ത വന്നിട്ട് മുജുകുന്ദ, നമുക്കറിയാം മുജുകുന്ദനെ, മുജുകുന്ദന്റെ റീബർത്ത് ആണെന്ന് പറയുന്നുണ്ട്, മുജുകുന്ദന്റെ അവതാരമാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ മഹാദേവൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച കരയുന്ന സമയത്ത് എന്നിട്ട് മഹാദേവനോട് പറയും, ഞാന് എന്റെ ബോഡി തന്നെ അങ്ങേക്ക്, എന്റെ ഫുള്ള് ഞാൻ അങ്ങേക്ക് സറണ്ടർ ചെയ്യാണ് എന്ന് പറയും. കാരണം മഹാദേവൻ നോക്കുമ്പോ ഓരോന്നിങ്ങനെ ഓഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾ സ്വന്തം ബോഡി ഫുള്ളേ മഹാദേവന് സറണ്ടർ ചെയ്യുന്നത്. അങ്ങനെ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കുഞ്ഞിനോട് എന്ത് വേണമെന്ന് ചോദിക്കും. അപ്പൊ നരസിംഹ മേത്ത പറയും, എനിക്ക് അങ്ങക്ക് എന്താണോ അതായത് അങ്ങക്ക് എന്താണോ അങ്ങക്ക് നല്ലതായിട്ട് തോന്നുന്നത് അതെനിക്ക് തരൂ. മഹാദേവൻ എന്താണോ മഹാദേവന് നല്ലതായിട്ട് തോന്നുന്നത് അത് ഈ കുട്ടിക്ക് കൊടുക്കൂ, നരസിംഹ കൊടുക്കും എന്ന് പറയും. മഹാദേവൻ നോക്കുമ്പോ ഇങ്ങനെ ആരും ചോദിച്ചില്ല. കാരണം എനിക്ക് നല്ലതായിട്ടുള്ളത് ഈ കുട്ടിക്ക് കൊടുക്കാൻ ഇതുവരെ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് മഹാദേവൻ വന്നിട്ട് പറയും, എനിക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഭഗവത് ഭക്തിയാണ്. അതാണ് എന്നെ സംബന്ധിച്ച് ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കാര്യം. അത് നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഈ നരസിംഹ മേത്തിനെ കൊണ്ട് ഗോലോകത്ത് പോയിട്ട് ഭഗവാന്റെ രാസലീല അവിടെ നിന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ കാണിച്ചു കൊടുക്കുമ്പോ നരസിംഹ മേത്തയ്ക്ക് ആ ഉള്ളിൽ ആ ഒരു ഇത് കിട്ടും, ഭഗവാന്റെ ഒരു എക്സ്റ്റസി കിട്ടിയിട്ട് അദ്ദേഹം പിന്നെ ഭഗവാന് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങും. ഭഗവാന് വേണ്ടിയിട്ട് പാട്ട് പാടാൻ തുടങ്ങും. ഭഗവാന് വേണ്ടിയിട്ട് പാട്ട് പാടാൻ തുടങ്ങും, പാട്ട് എഴുതാൻ തുടങ്ങും. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ഒരു വിവാഹം കഴിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ അമ്മൂമ്മ. പിന്നെ അദ്ദേഹത്തിന്റെ അമ്മൂമ്മ മരിച്ചു പോവാണ്. പിന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ ചേട്ടനും ചേട്ടന്റെ ഭാര്യയും ഇവരെല്ലാരും ഇത്രയും പേരായിട്ട് താമസിക്കുകയാണ്. അപ്പൊ ചേട്ടന്റെ ഭാര്യ വന്നിട്ട് ഈ നരസിംഹ മേത്തയുടെ ഭാര്യനെ എന്നും കുറ്റം പറയും. കാരണം നരസിംഹ മേത്ത വന്നിട്ട് അവർക്ക് അങ്ങനെ പൈസ കിട്ടുന്ന എവിടെ നിന്നൊന്നും ഇല്ല. കാരണം ആ പൈസ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. കാരണം നരസിംഹ മേത്തക്ക് ജോലിയൊന്നുമില്ല. അതേ എപ്പോഴും ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് നരസിംഹ മേത്തയുടെ ചേട്ടന് ജോലിയുണ്ട്. ആ ഒരു പൈസയിലാണ് ഇവരും കഴിയുന്നത്. അതുകൊണ്ട് നരസിംഹ മേത്തയുടെ അമ്മ വന്നിട്ട് എന്നും നരസിംഹ മേത്തനെ കുറ്റം പറഞ്ഞിരിക്കും.
അങ്ങനെ നരസിംഹത്തിനെയും ഭാര്യനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ അച്ഛന്റെ, അതായത് നരസിംഹയുടെ അച്ഛന്റെ ശാന്തി ഒരു നമ്മൾ ആണ്ട് ചെയ്യില്ല, അതുപോലെ അങ്ങനത്തെ ആ ഒരു ഇത് വന്നിട്ട് ചെയ്യണം. അപ്പൊ എല്ലാ പ്രാവശ്യവും ഇദ്ദേഹത്തിന്റെ ചേട്ടനാണ് അത് ചെയ്യുന്നത്. കാരണം അത്രയും പൈസ ഉള്ളത് കൊണ്ട് ചേട്ടന് ചെയ്യാൻ പറ്റും. അപ്പം അത് ആ ഇത് വന്നിട്ട് ചേട്ടന് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നസീബത്തിന്റെ ഭാര്യ പറയും, ഇപ്രാവശ്യത്തെ ആ ഒരു ഫെസ്റ്റിവല് നിങ്ങൾ തന്നെ നടത്തണം എന്ന് പറയും. അങ്ങനെ അപ്പൊ ഈ നരസിംഹത്തിന്റെ ഭാര്യയ്ക്ക് വന്നിട്ട് ഈ ചേട്ടന്റെ ഭാര്യയിൽ നിന്ന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നരസിംഹത്തിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര വിഷമം തോന്നും. അതുകൊണ്ട് പെട്ടെന്ന് പറയും, ആ ശരി ഞങ്ങൾ ഇപ്രാവശ്യത്തെ ഇത് ചെയ്യുന്ന പറഞ്ഞ് ആ ഒരു ഇത് വാങ്ങിച്ചിട്ട് നരസിംഹത്തിന്റെ അടുത്ത് പെട്ടെന്ന് പോയി പറയും, തന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പം നരസിംഹത്തെ വന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് നരസിംഹത്തെ പറയും, പിന്നെ നമുക്കിത് ചെയ്യാം. വില്ലേജസ് തോറും, അതായത് ഓരോ അവിടെയുള്ള എല്ലാരെയും ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നരസിംഹത്തെ വന്നിട്ട് വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് കൊണ്ടുവന്ന് വിളിക്കുക. അപ്പം ആ ഫെസ്റ്റിവലിന്റെ അന്നായി ഈ ഭാര്യയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അവർക്ക് അന്നേക്ക് കഴിക്കാൻ പോലുമുള്ള ഫുഡ് അവരുടെ കയ്യിലില്ല. അപ്പൊ ഇനി എന്താണ് ഇത്രയും പേർക്ക് വിളമ്പണ്ടേ, അപ്പം എന്ത് ചെയ്യണോന്ന് ഈ ഭാര്യയ്ക്ക് അറിയില്ല. അങ്ങനെ ഈ ഭാര്യ ഭയങ്കരമായിട്ട് വിഷമിക്കും. പക്ഷെ നരസിംഹയ്ക്ക് ആ ഒരു ടെൻഷനും ഇല്ല. അവസാനം ആ ദിവസം, അതായത് ആ ഇത് നടത്തേണ്ട ദിവസം നരസിംഹത്തിന്റെ ഭാര്യ പെട്ടെന്ന് രണ്ട് വള, കയ്യിലുണ്ടായിരുന്ന 2 സ്വർണ്ണ വള ഊരിയിട്ട് നരസിംഹയുടെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറയും, പെട്ടെന്ന് ഇതുകൊണ്ട് വിറ്റിട്ട് വരൂ, എന്നിട്ട് പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ചിട്ട് വിറ്റിട്ട് ആ പൈസ കൊണ്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വാ, ഞാൻ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കും എന്ന് പറയും. അപ്പൊ നരസിംഹത്ത് അതുപോലെ 2 വള കൊണ്ട് വിറ്റ് ആ പൈസ കൊണ്ട് സാധനങ്ങൾ മേടിക്കും. പക്ഷെ നെയ്യ് മാത്രം വാങ്ങിക്കാൻ മറന്നു പോകും. അപ്പൊ നെയ്യ് ഇല്ലാതെ ഫുഡ് പാചകം ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാതെ നരസിംഹത്തിന്റെ ഭാര്യ പറയും, അങ്ങ് എങ്ങനെയെങ്കിലും പോയി നെയ്യ് വാങ്ങിച്ചിട്ട് വാ എന്ന് പറയും. അപ്പൊ നരസിംഹത്തിന്റെ കയ്യിൽ പൈസയും കുറവാണ്, പൈസ ഇല്ല. അങ്ങനെ അദ്ദേഹം ഒരു കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയും, എനിക്ക് നെയ്യ് തരണം, ഞാൻ വന്നിട്ട് അതായത് എനിക്കിനി പൈസ കിട്ടുമ്പോ, എന്റെ കയ്യിൽ ഇനി പൈസ വരുമ്പോ ഞാൻ ഇത് തിരിച്ചു തന്നേക്കാം എന്ന് പറയും. അപ്പം എന്താണ് അപ്പൊ അതായത് എനിക്ക് കിട്ടുമ്പോ ഞാൻ ഈ നെയ്യുടെ പൈസ തരാം, അങ്ങനെ എനിക്ക് നെയ്യ് തരണമെന്ന് പറയും. അപ്പൊ എല്ലാ കടക്കാരന്മാരും നരസിംഹത്തെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടും. കാരണം അവർക്കറിയാം ഇനി പൈസ ഇവർക്ക് കിട്ടാമുള്ളൂ. അതുകൊണ്ട് നരസിംഹത്തിനെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് വിടും. അപ്പൊ നരസിംഹ വന്നിട്ട് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു വയസ്സായിട്ടുള്ള ഒരാള് കുറച്ച് നെയ്യ് ഇങ്ങനെ വിൽക്കുന്നത് കാണും. അപ്പൊ നരസിംഹ വന്നിട്ട് ആ വയസ്സായിട്ടുള്ള ആളടുത്തും ഇതേ കാര്യം പോയി പറയും. അപ്പൊ അദ്ദേഹം പറയും, മോനെ നിനക്ക് എത്ര വേണോ നീ അത് എടുത്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല, നീ അത് എടുത്തോ. പക്ഷെ ഒരു കാര്യം, എന്നിട്ട് നീ എനിക്ക് പൈസ തരണ്ടെന്ന് പറയും. അപ്പൊ നരസിംഹ പറയും, ഇല്ല, അങ്ങ് ഇപ്പൊ തന്നെ ഒരു വില അങ്ങ് തീരുമാനിക്കണം, ഞാൻ ആ വില എപ്പോഴെങ്കിലും എനിക്ക് കഴിയുമ്പോ ഞാൻ തന്നോളാം എന്ന് പറയും. അപ്പൊ പറയും, ശരി, നീ ഒരു കാര്യം ചെയ്യൂ, നീ എനിക്ക് വേണ്ടിയിട്ട് കീർത്തൻ ചെയ്യൂ, ഞാൻ അത് കേൾക്കാം, അതാണ് എന്റെ വില എന്ന് പറയും. നരസിംഹയ്ക്ക് വന്നിട്ട് കീർത്തനം എന്ന് പറഞ്ഞാൽ ജീവനാണ്. അദ്ദേഹം കീർത്തൻ ചെയ്യാൻ തുടങ്ങും. അതിങ്ങനെ കീർത്തൻ ചെയ്ത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ മറന്നു പോകും. കാരണം ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിരിക്കുകയാണല്ലോ. അപ്പം ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്ന രൂപമെടുത്ത്, നരസിംഹത്തിന്റെ രൂപമെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ മാത്രമല്ല അവിടെ എല്ലാ ഫുഡും അദ്ദേഹത്തിന്റെ ഭാര്യ എന്നിട്ട് നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കും, ഇനി ഇത്രയും പേർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്ന് പറയുമ്പോൾ നരസിംഹ പറയും, അതെ, ഭഗവാനാണ് പറയുന്നത്, നരസിംഹയുടെ രൂപത്തിലാണ്. പറയും, അവിടെ എല്ലാം റെഡിയാണ്, നീ അവരെയൊക്കെ വിളിച്ചോണ്ട് വരും, നമുക്ക് അവർക്ക് കഴിക്കാം. ഇനി അവർക്ക് ദക്ഷിണ കൊടുക്കണം, അതിനെന്ത് ചെയ്യും, അത് വന്നിട്ട് അവർക്ക് എല്ലാം ഭക്ഷണം കൊടുക്കുന്നത് സ്വർണ്ണ പ്ലേറ്റിലാണ്. ആ സ്വർണ്ണ പ്ലേറ്റിൽ വന്നിട്ട് ആ പ്ലേറ്റ് കഴിച്ചിട്ട് ആ പാത്രം അവർ കഴുകിയെടുത്തോട്ടെ. പിന്നെ അവിടെ വരുന്ന സ്ത്രീകൾക്കെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയും കൊടുത്തോ എന്ന് പറയും. അപ്പം നരസിംഹയുടെ ഭാര്യയും ചേട്ടനും ഒക്കെ ഇങ്ങനെ അതിശയിച്ചു പോകും. കാരണം ഇത്രയും പൈസ എങ്ങനെയാണ്, 2 വള വിൽക്കുന്നതിന്റെ പൈസ അറിയാലോ. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത്രയും പൈസ എവിടെ നിന്നാണ്, ഇത്രയും പേർക്ക് കൊടുക്കാൻ സ്വർണ്ണം ഒക്കെ എവിടെ നിന്നാണെന്ന് ചോദിക്കും.
അപ്പം നരസിംഹേത്ത വന്നിട്ട് അതൊന്നും പറയില്ല. എന്നിട്ട് എല്ലാവരും നന്നായിട്ട് ഭക്ഷണം, കാരണം അൺലിമിറ്റഡ് ഫുഡ് ആയിരുന്നു, എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ സ്വർണ്ണ പാത്രവും സാരിയൊക്കെ ആയിട്ട് അവരൊക്കെ പോകും. എന്നിട്ട് നരസിംഹത്തെ കുറിച്ച്, അവരെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയാൻ, ഇങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് യഥാർത്ഥ നരസിംഹേത്ത അപ്പോഴാണ് താൻ പോണ്ടേ എന്ന് പറയും. അപ്പം ആ നെയ് കച്ചവടക്കാരനെ അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് അവിടെ ഭാര്യയുടെ അടുത്ത് ഓടും. അപ്പൊ അവിടെ ഭഗവാൻ വന്നിട്ട് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു നടന്നിട്ട് വരാന്ന് പറഞ്ഞ് എന്ന് ചോദിക്കും. അപ്പം ഇതിനാണ് ഞാൻ ക്ഷമിക്കണം, അങ്ങ് എല്ലാം ചെയ്തില്ലേ, അങ്ങേക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ കിട്ടി, അങ്ങ് കുറച്ച് സ്വർണ്ണം നമുക്കും കൂടെ എടുത്തോണ്ട് വരുമെന്ന് പറയും. അവൻ നരസിംഹത്തെ പറയും, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, എന്റെ സ്വർണമേ ഇല്ല എന്റെ കയ്യിലെന്ന് പറയും. അപ്പോഴാണ് നരസിംഹത്തിക്ക് മനസ്സിലാവുന്നത് ആരായിരുന്നു തനിക്ക് സഹായത്തിന് വേണ്ടിയിട്ട് എത്തിയത്. കാരണം ഭക്തന്റെ സഹായത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ എപ്പോഴും എവിടെയും റെഡിയാണ് എന്ന ആ സ്റ്റോറി, പല സ്റ്റോറി, ഇപ്പം നേരത്തെ മാധവേന്ദ്രപുരിയുടെ സ്റ്റോറി ആയാലും ഈ നരസിംഹേത്തയുടെ സ്റ്റോറിയിലായാലും പല സ്റ്റോറിയിലൂടെ അദ്ദേഹം ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹരേ കൃഷ്ണ.